പശ്ചിമേഷ്യയിൽ 2 ദിവസം നീണ്ടുനിന്ന സംഘർഷാവസ്ഥയ്ക്ക് താൽക്കാലിക ശമനമുണ്ടായിട്ടുള്ള ദിവസമാണ് ഇന്ന്. അമേരിക്കയും ഇറാനും ആക്രമണങ്ങൾ അവസാനിപ്പിക്കാനുള്ള ധാരണയായിരിക്കുന്നു എന്ന വിവരങ്ങൾ വരുന്നു. നാളെ ദോഹയിൽ തുടർ ചർച്ചകൾ നടക്കും എന്നതാണ് അറിയാൻ കഴിയുന്നത്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണമാകും ഏറ്റവും പ്രധാനമായും ഇനിയുള്ള യോഗങ്ങളിൽ ചർച്ചയാവുക. ചർച്ച പൂർത്തിയാകുന്നതുവരെ കപ്പലുകൾ സ്വതന്ത്രമായി കടത്തിവിടാനുള്ള ഒരു ധാരണയും അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നു. എന്നാൽ ഹോർമുസിന്റെ ഭാവി പ്രവർത്തനങ്ങളുടെ അവകാശവാദത്തിൽ നിലപാടിൽ ഉറച്ചു തന്നെയാണ് ഇറാൻ നിൽക്കുന്നത്. അത് ചർച്ചകളെ എങ്ങനെ വഴിമാറ്റും എന്നത് വലിയ ആശങ്കയായി തുടരുന്നുമുണ്ട്. അപ്പോൾ പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കാം. വീണ്ടും യുദ്ധഭീതി പടർത്തിക്കൊണ്ടാണ് 3 ദിവസമായി ഇറാനും അമേരിക്കയും വെടിനിർത്തൽ ലംഘനം അവിടെ നടത്തിയത്. അത് അവസാനിപ്പിക്കാൻ ഇപ്പോൾ ധാരണയായിരിക്കുന്നു എന്നതാണ് ആശ്വാസകരമായ കാര്യം. പരസ്പരമുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചതായി ആക്സിയോസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. അന്തിമ കരാറിലെത്തുന്നത് സംബന്ധിച്ച് ഖത്തറിൽ വെച്ച് ചർച്ച തുടരാൻ തീരുമാനമായിട്ടുണ്ട്. യുഎസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള ആക്സിയോസിന്റെ റിപ്പോർട്ടിൽ ആണ് ഇക്കാര്യങ്ങൾ ആദ്യം പുറത്തുവന്നത്. വെടിനിർത്തൽ ധാരണയിലെത്തിയതിനു പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങളിൽ US ഇറാനെതിരെ ആക്രമണം ശക്തമാക്കിയിരുന്നു. ഇറാൻ തിരിച്ചടിക്കുകയും മേഖലയിൽ വൻ സംഘർഷം ഉടലെടുക്കുകയും ചെയ്തിരുന്നു. തങ്ങളുടെ ജോലി തീർക്കാൻ അമേരിക്കൻ സൈന്യം നിർബന്ധിതരായാൽ ഇറാൻ ബാക്കിയുണ്ടാവില്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി സന്ദേശമുണ്ടായത്. ന്യായവും നീതിയും നോക്കി പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായേക്കാം. ഞങ്ങൾ വിജയകരമായി തുടങ്ങിയ ജോലി പൂർത്തിയാക്കാൻ US സൈന്യം നിർബന്ധിതരാകും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഉണ്ടായാൽ ഇറാൻ ബാക്കി ഉണ്ടാകില്ല എന്നതായിരുന്നു ട്രംപിന്റെ ഭീഷണി. ഇറാനെതിരെ അമേരിക്ക വീണ്ടും ആക്രമണം നടത്തിയതിന് പിന്നാലെയായിരുന്നു ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ഈ ഭീഷണി മുഴക്കിയത്. US നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് തിരിച്ചടിയായി അതേസമയം ഇറാൻ, ബഹ്റൈൻ, കുവൈറ്റ് രാഷ്ട്രങ്ങൾക്ക് നേരെ വലിയ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. ഡ്രോണും മിസൈലും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ഗൾഫ് മേഖലയിൽ വലിയ സംഘർഷം ഇത് ഉണ്ടാക്കി. കുവൈറ്റിലെയും ബഹ്റൈനിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണമുണ്ടായി. കുവൈറ്റിലെ അലി അൽ സാലം വ്യോമസേനാ താവളത്തിലും മനാമയിലെ US 5ാം നാവിക വ്യൂഹത്തിനും നേരെയാണ് ആക്രമണമുണ്ടായതെന്ന് ഇറാൻ ഔദ്യോഗിക വാർത്താ ഏജൻസികൾ സ്ഥിരീകരിച്ചു. 5 ഇറാനിയൻ തീരദേശ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ബോംബാക്രമണത്തിന് പകരമായാണ് ഈ നടപടിയെന്നും IRGC വ്യക്തമാക്കിയിരുന്നു. US ആക്രമണം തുടർന്നാൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ പൂർണ്ണമായും നിർത്തിവെക്കുമെന്നും ഇറാൻ ഭീഷണി മുഴക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വെടിനിർത്തലിലേക്കുള്ള തിരിച്ചുപോക്കലും സമാധാന ചർച്ചകളുടെ തുടർച്ചയും ഉണ്ടാകുന്നത്. അടുത്ത 60 ദിവസത്തേക്ക് വാണിജ്യ കപ്പലുകളുടെ സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ ഇറാൻ പരമാവധി ശ്രമിക്കണമെന്ന വ്യവസ്ഥ സമാധാന കരാറിലുണ്ടായിരുന്നു. ഈ കരാറാണ് ഇറാൻ ആദ്യം ലംഘിച്ചത്. ഇതോടെയാണ് പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതിയും ആശങ്കയും ശക്തമായത്. ഹോർമുസിന്റെ നടത്തിപ്പിലെ പിടി അയക്കാൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായ പ്രശ്നം. ഇപ്പോൾ വെടിനിർത്തലിലേക്ക് തിരിച്ചുപോവുകയും ചർച്ചകൾ പുനരാരംഭിക്കാൻ തീരുമാനിക്കുമ്പോഴും നിലപാടിൽ പക്ഷേ ഇറാൻ പിന്നോട്ടില്ല. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണവും ഉത്തരവാദിത്വവും പൂർണ്ണമായും ഇറാന്റേതായിരിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗ്രച്ചി ഇപ്പോഴും അവകാശപ്പെടുകയാണ്. ഈ ജലപാതയിൽ ഇറാൻ നിർദ്ദേശിക്കുന്ന മാർഗം മറികടക്കാൻ നടത്തുന്ന ഏതൊരു ശ്രമവും വലിയ സംഘർഷത്തിലേക്ക് നയിക്കുമെന്നും സംഘർഷം രൂക്ഷമാകുന്നതിന് കാരണമാകുമെന്നും അഗ്രച്ചി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ സമാധാന ചർച്ചകൾക്ക് സന്നദ്ധമെന്ന് പറയുമ്പോൾ പോലും ഇറാൻ ഹോർമുസ് കൈവിടില്ല എന്നത് വ്യക്തമാക്കുകയാണ്. അത് എന്താകും ഈ സമാധാന ചർച്ചകളുടെ ഭാവി എന്ന ആശങ്ക ഉയർത്തുന്നുണ്ട്. മറ്റൊന്ന് ലെബനനാണ്. ലെബനൻ സംഘർഷവും അയയുന്നില്ല. ദക്ഷിണ ലെബനനിലെ മജ്ദൽ സൗണ്ട് ഗ്രാമത്തിൽ ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്ന ഒരു ഭൂഗർഭ കേന്ദ്രം ഇസ്രയേൽ സൈന്യം വ്യോമാക്രമണത്തിൽ തകർത്തു എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും അറിയിച്ചിരിക്കുന്നു. ഏകദേശം 200 മീറ്റർ നീളമുള്ള തുരങ്കമാണ് ഈ ആക്രമണത്തിൽ തകർത്തതെന്നാണ് അവകാശവാദം. 100 കണക്കിന് ആയുധങ്ങളും റോക്കറ്റ് ലോഞ്ചറുകളും തുരങ്കത്തിനുള്ളിൽ ഉണ്ടായിരുന്നുവെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. ആക്രമണത്തിന് മുൻപ് ഈ വിവരം അമേരിക്കയെ അറിയിച്ചിരുന്നുവെന്നും ഇസ്രായേൽ വ്യക്തമാക്കുന്നു. അതായത് അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ അമേരിക്ക അറിഞ്ഞുകൊണ്ടോ ആണ് ഈ ആക്രമണം ലെബനനിൽ നടത്തിയിരിക്കുന്നതെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഏകദേശം 200 മീറ്റർ നീളമുള്ള തുരങ്കം ആണ് ആക്രമണത്തിൽ പൂർണ്ണമായും ഇസ്രായേൽ തകർത്തിരിക്കുന്നത്. 100 കണക്കിന് ആയുധങ്ങളും റോക്കറ്റ് ലോഞ്ചറുകളും തുരങ്കത്തിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ അതിർത്തിയിലെ സംഘർഷം കുറയ്ക്കാൻ US-ന്റെ മധ്യസ്ഥതയിൽ സുരക്ഷാ ക്രമീകരണത്തിന് ലെബനനും ഇസ്രായേലും ധാരണയിലെത്തി 2 ദിവസം പിന്നിടുമ്പോഴാണ് ഈ പുതിയ ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. കരാർ പ്രകാരം ദക്ഷിണ ലെബനനിലെ ചില മേഖലകളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം ഘട്ടം ഘട്ടമായി പിൻവാങ്ങുകയും അവിടെ ലെബനൻ സൈന്യത്തെ വിന്യസിക്കുകയും ചെയ്യുക എന്നതായിരുന്നു തീരുമാനം. എന്നാൽ
വിപുലീകരിച്ച സുരക്ഷാ മേഖലയിലെ ചില ഭാഗങ്ങളിൽ ഇസ്രയേൽ സേന തുടരുകയും ചെയ്യുമെന്നത് പറയുന്നു. ഇസ്രയേലിന്റെ ആക്രമണം വെടിനിർത്തൽ കരാറിന്റെ നഗ്നമായ ലംഘനം എന്നതാണ് ഇപ്പോൾ കാണേണ്ടത്. ഹിസ്ബുള്ള അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. വെടിനിർത്തൽ ഇതുവരെ പാലിച്ച തങ്ങൾ എല്ലാ ലംഘനങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും രാജ്യത്തെയും ജനങ്ങളെയും സംരക്ഷിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ട് എന്നതുമാണ് ഹിസ്ബുള്ള ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വെടിനിർത്തൽ കരാർ ഇസ്രയേലിന് കീഴടങ്ങുന്നതിന് തുല്യമാണെന്ന് വിമർശിച്ച ഹിസ്ബുള്ള നേതാവ് കരാറിനെ ഇപ്പോൾ തള്ളുകയും ചെയ്യുകയാണ്. സായുധ ചെറുത്തുനിൽപ്പ് തുടരുമെന്ന കാര്യം കൂടി ഹിസ്ബുള്ള വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ലെബനനിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയതോടെ അവിടെ ഉണ്ടായിരിക്കുന്ന സമാധാന കരാറും പാഴാവുകയാണ്. കൂടുതൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നതിന്റെ സൂചനകളാണ് ഹിസ്ബുള്ളയുടെ പ്രതികരണത്തിൽ കൂടി വ്യക്തമാകുന്നത്. ഹോർമുസിലെയും ലബനനിലെയും കുരുക്കഴിക്കുക എളുപ്പമല്ല എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. കാരണം ഈ പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിൽ ലെബനൻ വിഷയവും കൂടി ഇറാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഉണ്ടാകുന്ന കരാർ ലംഘനവും ഈ സമാധാന കരാറിനെ ബാധിക്കും. അപ്പോൾ ഹോർമുസ് ലെബനൻ വിഷയങ്ങൾ അത് പരിഹരിക്കുക വലിയ ബുദ്ധിമുട്ടായി തന്നെ തുടരുകയാണ്. സമാധാനം ഇപ്പോൾ അവിടെ തുടരുന്നത് എത്ര ദിവസം എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടുന്ന സാഹചര്യമാണ്. നമുക്കറിയാം വെടിനിർത്തൽ അത് പലപ്പോഴും ലംഘിക്കപ്പെട്ട് വലിയ സംഘർഷത്തിലേക്ക് പോകുന്നു. പക്ഷേ തിരിച്ചു വരുന്നു, വീണ്ടും ചർച്ചകൾ നടക്കുന്നു എന്നത് മാത്രമാണ് ആശ്വാസം. പക്ഷേ പരിഹരിക്കാനാകാതെ തുടരുന്നത് ഈ ഹോർമുസുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. അവിടെ ഇറാൻ ഒരു പിന്മാറ്റത്തിനും തയ്യാറല്ല എന്നതിൻ്റെ സൂചനകൾ ആവർത്തിച്ച് നൽകുമ്പോൾ എത്ര ദിവസം ഇനി ഈ സമാധാനം തുടരും എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്.